നമസ്കാരം. ഇപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദൈവത്തിന്റെ ആത്മാക്കൾ, 7 പ്രധാന ആത്മാക്കൾ. പലരും ഈ ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയണോ. ഈ അന്ത്യകാലത്തേക്ക് വേണ്ടി ദൈവം എനിക്ക് പറഞ്ഞു തന്ന ചില രഹസ്യങ്ങളും പിന്നെ അതിന്റെ പല വിശദീകരണങ്ങളും ഈ ഒരു കൺക്ലൂഷനൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ ആ ഗ്രഹിക്കുന്നവർ കൂടുതൽ കൂടുതൽ ഈ കാര്യങ്ങൾ ഗ്രഹിക്കും തോറും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ശക്തികളുടെ നോട്ടപ്പുള്ളികളായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ എത്രത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുന്നു, അത്രത്തോളം നിങ്ങൾ ദൈവത്തിന്റെ നിയമങ്ങൾ പാലിച്ച് നിങ്ങൾ ആത്മീയ വളർച്ച നേടി ബലപ്പെട്ടില്ലെങ്കിൽ, ആത്മാവിന് അതിൻ്റെതായ ശക്തി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ദോഷകരമായി മാറാൻ സാധ്യതയുണ്ട്. അതും കൂടി ഞാൻ പറയാം. അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നത് ദൈവത്തിന്റെ ഈ 7 ആത്മാക്കൾ. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദൈവം എന്ന് പറയുമ്പോൾ അതൊരു പ്രകാശം ആയിട്ട് ശരിക്കും പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് നമുക്ക് അറിയാവും. ശബ്ദവും വെളിച്ചവും. ഈ വെളിച്ചം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പകർച്ച, അതായത് സൃഷ്ടാവാൻ ദൈവത്തിന്റെ മൊത്തം ആ ദൈവത്തിന്റെ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ശക്തിയുടെ ഒരു മൈന്യൂട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലെ ഒരു പകർച്ച, ഒരു ചെറിയൊരു പകർച്ചയാണ് നമ്മുടെ സൂര്യൻ. അതുകൊണ്ടാണ് ഈ സൂര്യ നമസ്കാരം എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലെ കാര്യം ഇതാണ്. പക്ഷെ സൂര്യനെ ദൈവം എന്ന് വിചാരിച്ച് നമ്മൾ നമസ്കരിക്കാതെ ആ സൂര്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആ വെളിച്ചത്തിന്റെ ഒരു മൈന്യൂട്ട് പകർച്ചയാണ് നമ്മുടെ സൂര്യൻ എന്ന് നമ്മൾ വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. ഇതേപോലെ കോടാനു കോടി സൂര്യന്മാര് നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. അതില് നമ്മുടെ ഈ ക്ഷീരപഥത്തിലുള്ള ഏറ്റവും ചെറിയ സൂര്യനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സൂര്യൻ. ഇതിന്റെ എത്രയോ ലക്ഷക്കണക്കിന് ഇരട്ടി വലിപ്പങ്ങളൊക്കെ ഉള്ള സൂര്യന്മാര് വരെ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. അങ്ങനെയുള്ള കോടാനുകോടി സൂര്യന്മാര് ആണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ മൊത്തമുള്ളത്. ഇതെല്ലാം ദൈവത്തിന്റെ ആ സൃഷ്ടാവൻ ദൈവത്തിന്റെ ആ ഒരു വെളിച്ചത്തിന്റെ, അതായത് ദൈവത്തിന്റെ ആ പൂർണ്ണ രൂപത്തിന്റെ പകർച്ചകളിലൂടെയാണ് ഈ സൂര്യന്മാരെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സൂര്യപ്രകാശത്തിന് പ്രധാനമായി 7 അടിസ്ഥാന നിറങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. ഈ 7 അടിസ്ഥാന നിറം എന്ന് പറയുന്നത് 7 രശ്മികളാണ്. പക്ഷെ ഈ രശ്മികൾ എന്ന് നമ്മൾ പറയുമ്പോഴും അത് 7 എനർജികളാണ്. അത് ദൈവത്തിന്റെ 7 മനസ്സുകളാണ് എന്ന് വേണം നമുക്ക് വിശദീകരിച്ച് പറയാം. 7 എനർജി ഫോമുകളാണ് പ്രധാനമായും. പിന്നെ നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള അതിസൂക്ഷ്മമായിട്ട് പുറകോട്ടും ഒരുപാട് എനർജീസ് ഉണ്ട്, മുമ്പോട്ടും ഒരുപാട് എനർജീസ് ഉണ്ട്. ഈ 7ന്റെ മുമ്പോട്ടും പുറകോട്ടുമായിട്ട് അനേക എനർജീസ് ഉണ്ട്. പക്ഷെ പ്രധാനമായി സെന്ററായിട്ട് നിൽക്കുന്ന ഈ പ്രധാന എനർജീസുകളാണ് ഈ 7 എനർജീസ്. അതാണ് 7 നിറങ്ങൾ. ഈ 7 നിറങ്ങൾ എന്ന് പറയുന്ന ഈ 7 ആണ് ശരിക്കും പറഞ്ഞാൽ ആ ദൈവത്തിന്റെ 7 പ്രധാന ആത്മാക്കൾ എന്ന് പറയുന്നത്. അതെല്ലാം പ്രധാന മനസ്സുകളാണ്, അല്ലെ പ്രധാന സ്വഭാവങ്ങളാണ്, അല്ലെങ്കിൽ പ്രധാന എനർജീസുകളാണ്. ഇതിനെയൊക്കെ സാങ്കല്പിക രൂപങ്ങളായി മനുഷ്യരൂപങ്ങൾ എന്ന് പറയുന്നതേ ഉള്ളൂ. ബൈബിളിൽ തന്നെ ഇതിനെ ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ 7 പ്രധാന മാലാഖമാർ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഈ മാലാഖമാർ തന്നെയാണ് ദേവന്മാർ അല്ലെങ്കിൽ ഈ ആത്മാക്കൾ എന്നും പറയുന്നത്. നമ്മൾ മനുഷ്യനായ നമ്മൾക്ക് ദൈവം ഒരു ആത്മാവിനെ പകർന്നു വെച്ചിട്ടുണ്ട്. ദൈവത്തിൽ നിന്നും ഒരു ആത്മാവ്, പല ടൈപ്പ് എനർജി ഫോമുകളും നമ്മളെ സൃഷ്ടാവായ ദൈവത്തിലുണ്ട്. അതിലെ ഒരു എനർജി ഫോമിലൂടെ നമ്മളെ ഒരു അണുവിലിട്ട് പഠിപ്പിച്ചാണ് ശരിക്കും പല ജന്മങ്ങളിലൂടെ മനുഷ്യനിലാക്കി വെച്ചിരിക്കുന്ന ഒരു ആത്മാ. അപ്പൊ ഈ ആത്മാവ് ഒരു മനസ്സായി മാറുന്ന ഒരു ആത്മാവ് ഈ മനുഷ്യനിൽ വന്നു കഴിയും. യവനെ വെച്ചാണ് ഒരു ജന്മം അല്ലെങ്കിൽ ഒരു മനുഷ്യജന്മം ആയി വരുന്നത്. അപ്പൊ ഈ മനുഷ്യജന്മമായി വരുമ്പോ ഈ ആത്മാവിനെ സഹായിക്കാനായി ഈ സൂര്യനിലുള്ള ഈ 7 അല്ലെങ്കിൽ സൃഷ്ടാവാൻ ദൈവത്തിന്റെ പ്രപഞ്ചത്തിലുള്ള ഈ പ്രധാന 7 ആ ആത്മാക്കൾ, അല്ലെങ്കിൽ പ്രധാന 7 ദേവന്മാർ അല്ലെങ്കിൽ പ്രധാന 7 മനസ്സുകൾ നിന്നും അല്പ പകർച്ച വെച്ചാണ് ഭൂമിയിലെ സകല ജീവജാലങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ മനുഷ്യനെയും ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മനുഷ്യനിൽ ഈ 7 എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രധാന ആത്മാക്കളായ നമുക്കൊക്കെ ഒരു ആത്മാവേ ഉള്ളൂ, ഒരു മനസ്സാണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ബാക്കി ഈ ദേവി ദേവന്മാരും ഈ മറ്റൊരു അതിർശക്തികളൊക്കെ ഈ ഒറ്റ ആത്മാവിനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത അത് എന്താണെന്ന് വെച്ചാൽ ആ ഡയമെൻഷനുള്ള കാര്യമാണ്. ഒന്ന് ആലോചിച്ചാലേ പിടികിട്ടുള്ളൂ. ഒരേ സമയത്ത്
ഒരേ സമയത്ത് ഈ 7 സ്വഭാവവും 7 ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. നമുക്ക് ഒരൊറ്റ ആത്മാവേ ഉള്ളതുകൊണ്ട് ഒരേ സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കണമെങ്കിൽ ആ ഒരേ സമയത്ത് ദേഷ്യം മാത്രമേ നിൽക്കുകയുള്ളൂ. അത് തീർന്നിട്ടോ അതിന് മുമ്പോ ആയിരിക്കും മറ്റ് എന്തെങ്കിലും സ്വഭാവം നമ്മളിൽ ഉള്ളത്. ഒരേ സമയത്ത് ഒരേ പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സൃഷ്ടാവാൻ ദൈവത്തിന് ഒരേ സമയത്ത് 7 ആത്മാക്കളും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പ്രധാന ആത്മാക്കൾ, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോടാനുകോടി ആത്മാക്കളുണ്ട്. പക്ഷെ ഇവരെയൊക്കെ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന പ്രധാനമായിട്ട് 7 അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ 3 സ്വഭാവങ്ങൾ. ഒന്ന് സൃഷ്ടിയുടെ സ്വഭാവം, ഒന്ന് സംഹാരത്തിന്റെ സ്വഭാവം, ഒന്ന് പരിപാലനത്തിന്റെ സ്വഭാവം. അതാണ് വിഷ്ണുവും ശിവനും ബ്രഹ്മാവും എന്നൊക്കെ പറയുന്നത്. ബാക്കി 4 തൊട്ട് ചേർന്ന് തന്നെ ബാക്കി 4 പ്രധാന സ്വഭാവങ്ങളും ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ വിശദീകരിച്ച് പറയാം. അതിൽ ബിസിനസിൻ്റെതുണ്ട്, സമൃദ്ധിയുടെ ഉണ്ട്, നേതൃത്വം നൽകുന്നതുണ്ട്, അങ്ങനെ പല ടൈപ്പ് സ്വഭാവ വിശേഷങ്ങൾ അടുത്തതുണ്ട്. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സുണ്ട്, ഒരു ആത്മാവുണ്ട്, ഇങ്ങനെ പലതുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർന്നാണ് ശരിക്കും ഒരു മനുഷ്യനിലേക്ക് ദൈവം നമുക്ക് സഹായത്തിനായി തരുന്നത്. ഈ 7 അല്പമായിട്ട് നമുക്ക് ജന്മനാൽ തരും. ഈ 7 കൂടെ ചേർന്നാണ് മനുഷ്യന്റെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരൊറ്റ ആത്മാവിനെ ഈ 7 കൂടെ ചേർന്നാണ് സപ്പോർട്ട് ചെയ്യണത്. ഈ 7 മനുഷ്യനിൽ ജന്മനാൽ തരുന്നതിനെയാണ് നമ്മുടെ 7 ചക്രാസ് എന്നൊക്കെ പറയുന്നത്. കാരണം 7 ഭാഗങ്ങളിലായിട്ടാണ്, 7 കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ 7 പ്രധാന ദേവന്മാരുടെ സ്വാധീനം, പവർ പ്രധാനമായി അടങ്ങി അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ 7 സ്ഥലത്ത് അവിടെ നിന്നുകൊണ്ട് ബാക്കി സകലടവും നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനേക ലക്ഷക്കണക്കിന് ശക്തികളുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ബാക്കി ശക്തികൾ ഈ 7 നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പകർച്ച എടുത്തെടുത്താണ് പല ശക്തികളും വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ 7 ഒന്ന് ചുവപ്പാണെന്ന് വെച്ചോ, ഒന്നില് ഒരു ശക്തി മഞ്ഞയും എന്ന് വെച്ചോ. അപ്പൊ ഈ ചുവപ്പിൽ നിന്നൊരല്പം മഞ്ഞയിൽ നിന്നൊരല്പം വെച്ചിട്ട് മറ്റൊരു ദേവനുണ്ടാവും. പിന്നെ അതിൽ നിന്നൊരല്പം ഇതിൽ നിന്നൊരല്പം മറ്റൊരു ദേവനുണ്ടാവും. പച്ചയിൽ നിന്നൊരല്പം, ചുവപ്പിൽ നിന്നൊരല്പം, മറ്റൊരു നിന്നൊരല്പം, ഇങ്ങനെ ഇത്രയും പവറുകൾ ചേർന്ന് മറ്റൊരു ദേവനുണ്ടാവും. ഇങ്ങനെ അനേക ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദേവീ ദേവന്മാർ ഈ പ്രധാന 7 നിന്നും ഉണ്ടാക്കിക്കൊണ്ടേയിരിപ്പുണ്ട്. ഇവരെല്ലാവരും നമ്മളെ സ്വാധീനിക്കും. എന്നാൽ ഈ പ്രധാന ദേവന്മാർ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മാവിന്റെ സൂക്ഷ്മതലത്തിൽ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റ് ഡയമെൻഷനിലാണ് 7 സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ ഇവർ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നത്, ശരീരത്തിനെ നിയന്ത്രിക്കുന്നതും എല്ലാം ഇതിനുള്ളിൽ നമ്മുടെ ഉള്ളിലുള്ള മറ്റ് ഡയമെൻഷനിൽ നിന്നുകൊണ്ടാണ് ഈ സഹായങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ 7 ഈ ദൈവത്തിന്റെ ഈ പ്രധാന 7 എന്ന് പറയുന്നത്. ഇതിൽ ചില വ്യക്തികൾക്ക് ഇതിലെ ഒരു നിറത്തിന്റെ പവർ ശകലം കൂടുതലായിരിക്കും ഒരു വ്യക്തിക്ക്. മറ്റൊരു വ്യക്തിക്ക് മറ്റൊരു ദൂതന്റെ അല്ലെങ്കിൽ മറ്റൊരു ദേവന്റെ പവർ ആയിരിക്കും കുറച്ച് കൂടുതൽ. വേറൊരുത്തിന് വേറെ ഒന്നിന്റെ പവർ ഇത്തിരി കൂടുതലായിരിക്കും. വേറൊരാൾക്ക് കുറച്ച് കുറവായിരിക്കും. ഇങ്ങനെ ഓരോ ജന്മങ്ങളിലും ഓരോ മനുഷ്യർക്കും ഈ 7 ആ പവറിന്റെ അളവുകളിൽ ചെറിയ നേരിയ വ്യത്യാസങ്ങൾ കൂടിയും കുറഞ്ഞും വരും. ഇത് കൂടിയും കുറഞ്ഞും വരുന്നതനുസരിച്ചാണ് അവന്റെ അടിസ്ഥാന സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. എല്ലാവർക്കും ഒരേപോലത്തെ സ്വഭാവം അല്ല. അതിന്റെ കാരണം ഈ 7 ആത്മാക്കളുടെയും പകർച്ച എല്ലാവർക്കും ഒരേപോലെയല്ല. സൂര്യന്റെ ആ ലൈറ്റ് അതിൽ തന്നെയാണ്, അതിലും ഈ 7 പകർച്ച ശക്തമായിട്ടുണ്ട്. നമുക്ക് മീഡിയമായി നിൽക്കുന്നത് ദൈവത്തിനും പ്രപഞ്ചത്തിനും നമുക്കും മീഡിയമായി നിന്നും കൊണ്ട് ഈ പകർച്ചയും അല്ലെങ്കിൽ ഈ ഒരു എനർജിയുടെ സഞ്ചാരവും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ സൂര്യൻ വഴിയാണ് ഈ നിയന്ത്രണം വരുന്നത്. ഇതേപോലെ എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റെതായ ഒരു മെയിൻ ഒരു ദൈവത്തിന്റെ ചൈതന്യമായ ഒരു മറ്റൊരു സൂര്യന്മാർ എല്ലാ ഗ്രഹങ്ങൾക്കും കേന്ദ്രത്തിൽ കാണും. അതിലൂടെയാണ് ഇത് വരുന്നത്. അതിനെ ഞാൻ പറയാം, ദൈവം നേരിട്ടൊന്നും ആർക്കും ഒന്നും ചെയ്യില്ല. ആ സൃഷ്ടാവായ ദൈവം എന്താണെന്നോ എവിടെയാണെന്നോ ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. പ്രപഞ്ചം മൊത്തം നിയന്ത്രിക്കുന്നു, പരിപാലിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ ലെയർ വെച്ച് ഈ ഇടനില വെച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇടനിലയായി നിൽക്കുന്ന ദൈവത്തിന്റെ ആ ചൈതന്യത്തിന് സെയിം പ്രതിരൂപമായി നമുക്ക് നിൽക്കുന്ന ആ ചെറിയ ശക്തിയാണ് നമ്മുടെ സൂര്യൻ. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രധാനമായ ഒരു അടിസ്ഥാന കാര്യം. അപ്പൊ മനുഷ്യനിൽ തന്നെ ഇതിന്റെ പകർച്ച കൂടിയും കുറഞ്ഞുമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പം നീല ആ ഒരു ദൂതന്റെ അല്ലെ നീല കളറിന്റെ സ്വാധീനിക്കുന്ന ആ ദൈവത്തിന്റെ ചൈതന്യത്തിന്റെ അല്ലെ ആത്മാവിന്റെ സ്വാധീനം നമുക്ക് കൂടിയാൽ അതിൻ്റെതായ സ്വഭാവവും നേട്ടവും കാര്യങ്ങളും നമുക്ക് സംഭവിക്കും. ഇനി ഇതോടൊപ്പം തന്നെ ഈ 7 എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വെള്ളയും കറുപ്പും ഇതിന്റെ അകത്ത് ഇൻക്ലൂഡിംഗ് ആണ്. അത് ഇതിന്റെ മറഞ്ഞു നിൽക്കുന്ന മറ്റൊരു തലമാണ്. ഈ 7 തന്നെ ഉണ്ട്. അതായത് ഈ 7 തന്നെ കറുപ്പുമുണ്ട്. ഈ 7 എന്ന് പറയുന്നത് വെള്ളയിലുമുണ്ട്.
വെള്ളയാണല്ലോ 7 മാറിയത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ടൊക്കെ പറയാം. ഇപ്പോ അങ്ങോട്ട് പോകണ്ട. ഇനി ഇപ്പോ നമ്മളെ കഥാരൂപേണയൊക്കെ പറയുമ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ശിവനും വിഷ്ണുവിന്റെയും മകനാണ് എന്നൊക്കെ കഥാരൂപേണ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ കഥാരൂപേണ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കഥാരൂപേണയൊക്കെ പറയുന്നത് കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ടെക്നോളജിയും ശാസ്ത്രവും ഇങ്ങനെയുള്ള വികാസം വരുമ്പോൾ ഇതൊക്കെ കെട്ടുകഥകളായി മാറുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നത് മറ്റു വ്യക്തികളൊക്കെ. ഇതിന്റെ പിന്നിലെ തിയറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശിവന്റെയും വിഷ്ണുവിന്റെയും പുത്രനാണ് അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ശിവൻ എന്ന് പറയുന്നത് നശീകരണം, ശിക്ഷയുടെ ആ മനസ്സും പരിപാലനത്തിന്റെ ആ സ്നേഹിച്ചും ഒക്കെ പരിപാലിച്ചുകൊണ്ട് പോകുന്നൊരു മനസ്സുണ്ട്. ആ മനസ്സിന്റെയും രണ്ടിന്റെയും പകർച്ചയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു ദേവൻ അല്ലെ ഒരു ശക്തിയാണ് ഈ അയ്യപ്പനിലുള്ളത്, അല്ലെ ശാസ്താവ് എന്ന് പറയുന്നത്. ശാസ്താവാണ് ഈ അയ്യപ്പനിലുള്ളത്. ഇത്രയുള്ളതിന്റെ അർത്ഥം. ഈ രണ്ടിൽ നിന്നും വന്നൊരു പകർച്ച. അവിടെ സൃഷ്ടിയില്ല, അപ്പൊ സൃഷ്ടിക്കാനുള്ള കഴിവില്ല. പക്ഷെ നശീകരണമുണ്ട്, പരിപാലനമുണ്ട്. പരിപാലിക്കേണ്ടതിനെ പരിപാലിക്കുകയും ചെയ്യും, നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കാനും പറ്റുന്ന ഒരു ചൈതന്യം, ഒരു എനർജി എവിടെ നിന്ന് വന്നു? ഈ രണ്ടിൽ നിന്നും അല്പ പറഞ്ഞു. അത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ദൈവത്തിന്റെ ചൈതന്യത്തിന്റെ പകർച്ചയെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നതിന്റെ കാരണം ഇതൊക്കെ പറഞ്ഞു തരാനാണ്. കാരണം അല്പമേ പകരുള്ളൂ. ഇപ്പൊ ഒരിക്കലും ആ മനസ്സായ ആ കോപത്തിന്റെ ആത്മാവായ ശിവനിൽ നിന്നും ഒരു പകർച്ച വരുമ്പോൾ അവിടെ ഒന്നും കുറയണമെന്നില്ല. അത് മറ്റു സൈഡിൽ കൂടി പ്രപഞ്ചത്തിൽ വികസിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ദൈവം എന്നുള്ള ശക്തി വികസിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്നൊരു അല്പം ഇങ്ങോട്ട് പകരുമ്പോൾ അവിടെ വലിയ കുറവൊന്നും വരുന്നില്ല. അതേപോലെ പരിപാലന മനസ്സിൽ നിന്നും ഒരു അല്പ പകർച്ച. രണ്ട് മനസ്സ് ഈ മറ്റു തലത്തിലൊക്കെ നോക്കുമ്പോൾ ഈ നമ്മളുടെ സൃഷ്ടി വെച്ചില്ല, 3 ഡയമെൻഷൻ വെച്ചാണ് നമുക്കൊന്നും മനസ്സിലാകാത്തത്. പക്ഷെ മറ്റു ഡയമെൻഷനിൽ നോക്കുമ്പോൾ ഈ മനസ്സ്, ഈ വികാരം, ഇതെല്ലാം ഓരോ എനർജീസ് ആയിട്ടാണ് മറ്റ് ഡയമെൻഷനിലോട്ട് വരുന്നത്. അതിനെയാണ് ഓരോ ദേവന്മാരെന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമുക്ക് ദേഷ്യം വരുമ്പോൾ അതൊരു എനർജി, സ്നേഹം വരുമ്പോൾ അത് മറ്റൊരു എനർജി, കാമം വരുമ്പോൾ അത് വേറൊരു എനർജി, ഒരു സാധനത്തോട് ഈ ആകർഷണം വരുമ്പോൾ അത് മറ്റൊരു എനർജി, നമ്മൾ അധ്യാപകനായി നിന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റൊരു എനർജി, ഒരു ശിഷ്യനായി നിന്ന് അനുസരണയോടെ കേട്ട് പഠിക്കുമ്പോൾ അത് മറ്റൊരു എനർജി. ഈ വികാരങ്ങളെയെല്ലാം അല്ലെങ്കിൽ ഈ മാനസിക അവസ്ഥകളെയെല്ലാം നിയന്ത്രിക്കുന്ന ഓരോ എനർജീസുകളാണ്. ഈ എനർജികളെല്ലാം ചേർന്നാണ് നമ്മുടെ സകലമാന വികാരങ്ങളും വിചാരങ്ങളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് മറ്റ് ഡയമെൻഷനിലെ കഥകൾ. നമ്മുടെ ഓരോ ഇതും ഓരോ എനർജീസ് ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് അങ്ങനെയാണ് ആ കണക്ക്, അവരുടെ കണക്ക്. മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതേപോലെ ആ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ കോപ മനസ്സിൽ നിന്നും അല്ലെങ്കിൽ നശിപ്പിക്കണം എന്ന ആ ശിക്ഷിക്കണം എന്ന ആ സ്വഭാവത്തിൽ നിന്നും പരിപാലിച്ചു കൊണ്ടുപോകണം, നിലനിർത്തിക്കൊണ്ടു പോകണം എന്ന മനസ്സും കൂടെ ചേർന്ന ഒരു എനർജി, രണ്ട് എനർജിയും കൂടെ ചേർന്ന ഒരു രൂപീകരിക്കപ്പെട്ട ഒരു എനർജിയാണ് ഈ ശാസ്താവ്. ഇതേപോലെ നിങ്ങൾ ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ ഭദ്രകാളി എന്ന് പറയുന്നത് ആ സൃഷ്ടാവായ ദൈവത്തിന്റെ കോപഭാവത്തിൽ നിന്നും ഒരു എനർജി ഇന്ന ഡ്യൂട്ടിക്കായിട്ട് രൂപപ്പെട്ട് വന്ന മറ്റൊരു ശക്തി, ഒരു സ്ത്രീ ശക്തി. ഇതിൽ തന്നെ സ്ത്രീ ശക്തിയുണ്ട്, പോസിറ്റീവ് ശക്തിയുണ്ട്. ഇപ്പൊ ബ്രഹ്മാവ് എന്ന് പറയുന്ന സൃഷ്ടി എന്ന് പറയുമ്പോൾ ആ എനർജിയിൽ തന്നെ പുരുഷ മനസ്സുമുണ്ട്, സ്ത്രീ മനസ്സുമുണ്ട്. ഈ ദൈവം എന്ന് പറയുന്ന ആ മൊത്തം എനർജിയിൽ തന്നെ സ്ത്രീ മനസ്സുകൊണ്ട് പുരുഷ മനസ്സുണ്ട്. രണ്ടും ഇല്ലാത്ത ഇതില്ല. അപ്പൊ അതിന്റെ ഓരോ സ്വഭാവത്തിലും സ്ത്രീ മനസ്സുകൊണ്ട് പുരുഷ മനസ്സുകൊണ്ട്. അതുകൊണ്ടാണ് വിഷ്ണുവിന് ഭാര്യ, ബ്രഹ്മാവിന് ഭാര്യ, ശിവന് ഭാര്യ എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും അങ്ങനെ ഭാര്യ എന്ന് പറഞ്ഞൊരു പെണ്ണടുത്തിരിപ്പുണ്ട് അങ്ങനെയൊന്നുമില്ല. അത് ഓരോ എനർജീസുകളാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു എനർജിയാണ്. ഇപ്പൊ മനുഷ്യൻ, നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മളിലും സ്ത്രീ എനർജിയുണ്ട്, പുരുഷ എനർജിയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിൽ XY ക്രോമസോം ഉണ്ട് എന്ന് പറയുന്നത്. നമ്മളിൽ തന്നെ സ്ത്രീ ഉണ്ട്, പുരുഷനിൽ സ്ത്രീ ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ പ്രപഞ്ചമാകുന്ന ആ വിരാട് പുരുഷൻ എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൽ പുരുഷ ഭാവമുണ്ട്, സ്ത്രീ ഭാവമുണ്ട്. ഇത് ശിഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒന്നുകിൽ പകുതി സ്ത്രീ പകുതി പുരുഷൻ ഇങ്ങനെയൊക്കെ പടം വരച്ചും, ഇല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അപ്പുറത്തിരിപ്പുണ്ട്, ഭാര്യ അപ്പുറത്തുണ്ട്, ഇങ്ങനെയൊക്കെ അടുത്തിരുന്ന് ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഭാവന പടങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഓരോ മനസ്സാണ്, ഓരോ എനർജീസുകളാണ്. അതുപോലെ തന്നെ ഈ ശാസ്താവിന് ഭാര്യമാര്, മുരുകന് ഭാര്യമാര് എന്നൊക്കെ പറയുമ്പോൾ ഭാര്യമാര് അന്നങ്ങനെ അല്ല, അതൊക്കെ ഭാവനാ കഥകളാണ്.
എന്നാൽ ആ എനർജി ഉണ്ടാക്കി വന്നാല് സൃഷ്ടിക്കപ്പെട്ട എനർജിയുടെ സപ്പോർട്ടിംഗ് ആയിട്ട് ഈ എനർജികളും കൂടെയുണ്ട് എന്നാണ് എന്റെ അർത്ഥം. അതാണ് ഇവരും ഭാര്യമാരും എന്നൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ 3 ഡയമെൻഷനിൽ കാണുന്ന പോലെ കാണാൻ കൊള്ളാവുന്ന സാരിയെ കൊടുത്ത് ഒരു ഭാര്യയെ കൂടെയുണ്ട്, അങ്ങനെയല്ല. അതൊക്കെ ഓരോ എനർജീസുകളാണ്. അപ്പൊ ആ ഭാര്യമാർ എന്ന് പറയുന്ന അവരുടെ സ്വഭാവം നമുക്ക് നോക്കിയറിയാം. ഒന്ന് തീ, ഒന്ന് വെള്ളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദേഷ്യം, ഒന്ന് ശാന്ത സ്വഭാവം, ഇതൊക്കെ സ്വഭാവങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള എനർജീസുകളും ഇവരുടെ കൂടെ ഉണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ കൂടെ ഉണ്ട്. ഇതെല്ലാം പവേഴ്സാണ്. ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിലെ ചില കഥകൾ. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ഉണ്ട്, നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇത് തന്നെ എത്ര മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ ഭാവനാ കഥകൾ ഈ ശിഷ്യരെ പഠിപ്പിക്കാനായിട്ട് ഗുരുക്കന്മാർ ഉപയോഗിച്ച ഈ ഭാവനാ കഥകളിലൂടെ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം എനർജികൾ ഉള്ള കാര്യങ്ങളാണ്, എനർജീസുകളാണ്. ഇത് ശിഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഗുരുക്കന്മാർ ഇങ്ങനെ ഭാര്യ കല്യാണം കഴിഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞ കഥാരൂപേണയാണ് പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിനെയാണ് ചില ഏലിയൻസ് ശരിക്കും നടന്ന രീതിയിൽ മനുഷ്യരെ പറ്റിച്ചും കൊണ്ട് മനുഷ്യരെ ദൈവം ആയിട്ട് സങ്കല്പിച്ച് രൂപത്തിലും വേഷത്തിലും പേരിലൊക്കെ വന്ന് മനുഷ്യരെ പറ്റിച്ചത്. ഇതിപ്പോ തുടങ്ങിയതല്ല. മനുഷ്യരെ ഈ അറിവൊക്കെ കിട്ടിയ സമയം മുതലേ ഈ ഏലിയൻസ് മറ്റ് ഗ്രഹങ്ങളിലുള്ള ഈ അസുര ശക്തികളായിട്ടുള്ള ദേവന്മാരെന്നൊക്കെ അവരുടെ ഓപ്പോസിറ്റായി നിൽക്കുന്ന ചില നെഗറ്റീവ് ശക്തികൾ മനുഷ്യരെ അന്ന് മുതലേ ഈ ഗുരു പഠിപ്പിച്ച ഭാവന കഥകളിലൂടെ തെറ്റിദ്ധരിപ്പിച്ചും കൊണ്ട് ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നും ഈ ഏലിയൻസ് ഒക്കെ പല രീതിയിലും ഈ ഭാവന കഥകളിൽ അത് ഭൂമിയിൽ നടന്ന എന്ന രീതിയിൽ വെച്ചും കൊണ്ട് റിയൽ ആക്കിക്കൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും നടപ്പുണ്ട് എന്നും കൂടി നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രപഞ്ചമായ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കാര്യങ്ങളെല്ലാം എനർജികൾ തമ്മിലുള്ള ആ ബന്ധങ്ങളാണ്. അതൊക്കെ ഓരോ എനർജീസ് ആയിട്ട് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ കഥകളിലൂടെ മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങനെ ഒരു കഥ ഇല്ല. എന്നാൽ ചില ഏലിയൻസ് ഭൂമിയിൽ വന്നിട്ട് അവർക്ക് ഭൂമിയിൽ വെച്ച് നടന്ന ചില പ്രശ്നങ്ങളും വിഷയങ്ങളും നശീകരണങ്ങളും ദുരന്തങ്ങളും അങ്ങനെയുള്ള ചില കാര്യങ്ങളും ഈ ഭൂമിയിൽ നടന്നിട്ടുണ്ട്. അത് മറ്റൊരു വശം. അതും ഗുരുക്കന്മാർ പഠിപ്പിച്ച ഈ ഭാവനാ കഥകളും എല്ലാം കൂടെ ചേർന്ന് ഒരു അവിയൽ പരുവത്തിലാണ് ശരിക്കും നമ്മുടെ ഹൈന്ദവ കഥകളിലും പുരാണങ്ങളിലൊക്കെ കിടപ്പുള്ളത്. ഇത് വേർതിരിച്ചറിയാൻ പാടാണ്. അപ്പൊ ദൈവത്തിന്റെ ഈ പ്രധാന ആത്മാക്കളെ കുറിച്ച് അല്ലെങ്കിൽ പ്രധാന മാലാഖമാരെ കുറിച്ച് ഉള്ള ചില അടിസ്ഥാനങ്ങളൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ഡീപ്പായിട്ട് സംശയങ്ങൾ വരാം. ചില സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. പക്ഷെ എന്നോട് ദൈവം പറയുന്നത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ അറിവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കേട്ട് മനസ്സിലാക്കുന്ന പലരും കറക്റ്റ് ആ ദൈവികമായ രീതിയിൽ ഉയർന്നു വന്നില്ലെങ്കിൽ അത് അവർക്ക് തന്നെ ദോഷമാകും. നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ അസുര ശക്തികൾ അവർക്ക് ദോഷം ചെയ്യും എന്ന് പറയണത് കൊണ്ട് ഒരുപാട് ആഴത്തിൽ നിന്നും ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയില്ല. അടുത്ത പ്രാവശ്യം മുതൽ വേറെ ചില വിഷയങ്ങളായിരിക്കും പറയുന്നത്. ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിൽ